ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ക്രൈസ്റ്റ് പോലും കാണാത്ത ടെറസിൽ ന്യൂ ഇയർ ഫ്രണ്ട് എടുക്കുന്ന ദിവസം. മലേഷ്യൻ ഗ്രാമങ്ങളിൽ കണ്ടുവരുന്ന ഒരു തരം ആഫ്രിക്കൻ ഭക്ഷണമാണ് ആ കാണുന്നത്. വന്നിപ്പോ തക്കാളിയും പച്ചക്കറിത്തോട്ടവും കണ്ടാൽ മനസ്സിലാവാത്ത ഈ ജെൻസി പിള്ളേരുടെ ഒക്കെ ഒരു കാര്യം. ആർക്കും ഐഫോൺ ഇല്ലാത്ത കാലത്ത് ആഷിന്റെ ഫോൺ ആയിരുന്നു കോളേജിൽ എല്ലാവർക്കും വേണ്ടത്. അപ്പൊ ആർക്കും വേണ്ടാന്നുള്ള വിഷമത്തിൽ ഇരിക്കാട്ടോ ആള്. ജസ്റ്റ് തിങ്ക് ഗൈസ്, ഒരു സംഭവത്തിന്റെ യൂസ് കഴിഞ്ഞാൽ പുതിയ സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യൂലേ? ശരിയല്ലേ? ബിഗാൻ വിത്ത് ആ ന്യൂ ഇയർ ഫ്രണ്ട്. ലിയക്ക് കിട്ടിയത് വാസ് ദിസ് ടോബ്ലറോൺ ആൻഡ് ദിസ് ക്യൂട്ട് പോളറോയിഡ് പിക്. നെക്സ്റ്റ് വാസ് ഫോർ ആനറ്റ്. ആനറ്റ് ഒരു 3 മണിക്കൂർ ഷോക്കിലായിരുന്നു കേട്ടോ. ആൻഡ് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഇത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് വാങ്ങിയ പ്ലാറ്റിനം ചോക്കർ ആൻഡ് ബ്രേസ്ലെറ്റ്സ് ആണ്. അത് നമ്മളൊന്ന് നൈസായിട്ട് അടിച്ചു മാറ്റാൻ നോക്കി, ബട്ട് എന്റെ ക്യാമറയിലാണ് അവന്റെ ചിത്രങ്ങൾ പതിഞ്ഞത്. നെക്സ്റ്റ്, ആനറ്റ് ഒടുക്കത്തെ സസ്പെൻസ് ആൻഡ് ട്വിസ്റ്റിന്റെ ഒക്കെ ഒടുവിൽ എനിക്ക് ഗിഫ്റ്റ് തന്നു. ആൻഡ് ആ ബിയർ കുപ്പി ഫൈനലി എനിക്ക് അങ്ങനെ കുപ്പി എടുക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ തുറന്നു. ആക്ച്വലി എനിക്ക് കത്തിയില്ലായിരുന്നു അതെന്താണ് ഗിഫ്റ്റ് എന്ന്. ബട്ട് എൻ്റെ ഈ വ്ളോഗിങ് ഭാവി കണ്ടിട്ട് ആൾ എനിക്കൊരു അടിപൊളി ട്വിസ്റ്റബിൾ ഫോൺ സ്റ്റാൻഡ് ആണ് കേട്ടോ തന്നത്. നെക്സ്റ്റ് വാസ് മൈ ടേൺ. ഞാൻ ജെറലിനാണ് ഗിഫ്റ്റ് കൊടുത്തത്. ഞാൻ ഗിഫ്റ്റുകൾ ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുകയായിരുന്നു എന്നായിരുന്നു അവരുടെ പരാതി. സോ ജെറൽ വാസ് സോ മച്ച് ഇൻ ടു ആസ്ട്രോഫിസിക്സ്. അപ്പോൾ ഐ ഗിഫ്റ്റഡ് ഹിം ദിസ് എൻസൈക്ലോപീഡിയ ആൻഡ് എ ക്യൂട്ട് സോളർ സിസ്റ്റം ലൈറ്റ് ഗ്ലോബ്. സോ ബാക്കിയുള്ളവരുടെ ഗിഫ്റ്റ്സ് എന്താണെന്ന് അറിയാൻ വെയിറ്റ് ഫോർ പാർട്ട് 2.